പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 4ാമത്തെ ചാപ്റ്ററായ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് എന്നും അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് എന്നും അതിൽ തന്നെ ക്യാരക്ടർ സെറ്റ് എന്ന കോൺസെപ്റ്റ് എന്താണെന്നും അതിനു മുമ്പ് തന്നെ നമ്മൾ അതിന്റെ ഡെവലപ്പറായ ബേർഡ് സ്ട്രോസ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ടോക്കൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. 5 വിവിധ ടോക്കണുകൾ ഏതാണ് എന്നുള്ളതിന്റെ പേരൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. അതിനുശേഷം അതിൽ തന്നെ ആദ്യത്തെ ടോക്കണായ കീവേഡിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിരുന്നു. ഇന്ന് നമ്മൾ ഈ ടോക്കൺസിന്റെ മറ്റ് 4 പ്രധാനപ്പെട്ട ടോക്കണുകളെ കുറിച്ചൊക്കെയാണ് ആദ്യം കാണാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ടോക്കണുകൾ ഏതൊക്കെയായിരുന്നു? 5 പ്രധാനപ്പെട്ട ടോക്കണുകൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഈ 5എണ്ണമായിരുന്നു അല്ലെ? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഈ 5എണ്ണമാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ കാറ്റഗറി ആയ കീവേഡ്സ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇനി ആദ്യം നോക്കാൻ പോകുന്നത് 2ാമത്തെ ടോക്കണായ ഐഡന്റിഫയറിനെ കുറിച്ചാണ്. ഓക്കെ, ഐഡന്റിഫയർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്, പക്ഷെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഐഡന്റിഫയറിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പം ഐഡന്റിഫയർ എന്താണ് എന്ന് ചോദിച്ചാൽ they are the user defined words used to give names to program elements such as memory locations, statements, functions, class, etc. Per definition ശ്രദ്ധിക്കുക, they are the user defined words used to give names to program elements. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതായത് നമ്മളെ പോലെയുള്ള യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന, നിർവചിക്കുന്ന ചില വാക്കുകളാണ്, ചില ടോക്കണുകളാണ് എന്തെന്ന് പറയുന്നത് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഒരു ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ കീവേഡ് എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ കീവേഡിനെ നമുക്ക് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം. അതിന് പേരൊക്കെ നേരത്തെ കൊടുത്തു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരൊന്നും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്ന ഒരു ടോക്കണാണ്. നമുക്ക് നിർവചിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിന് പേര് കൊടുക്കാം. അതെന്ത് കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് അതിനകത്ത് ഡിഫൈൻ ചെയ്യാം. അപ്പം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ടോക്കണാണ് എന്തെന്ന് പറയുന്നത് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? യൂസ് ടു ഗീവ് നെയിംസ്, പേര് കൊടുക്കാൻ വേണ്ടി. പ്രധാനമായിട്ടും പേര് കൊടുക്കുക. നമ്മൾ ചില പ്രോഗ്രാം എലമെന്റുകൾക്ക് പേരുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഐഡന്റിഫയർ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ആ പേരിൽ തന്നെയുണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുക. അപ്പം ഇത്തരം പ്രോഗ്രാം എലമെന്റുകളെ നമുക്ക് പ്രോഗ്രാമിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന, അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന പേരുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഐഡന്റിഫയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാം എലമെന്റുകൾക്ക് നമുക്ക് പേര് കൊടുക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോഗ്രാം എലമെന്റ്സ്? ആ ഡെഫിനിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മെമ്മറി ലൊക്കേഷൻ എന്നുള്ളത് പ്രോഗ്രാം എലമെന്റ്, അതിന് നമുക്ക് പേര് കൊടുക്കാം. സ്റ്റേറ്റ്മെന്റ്സിന് നമുക്ക് പേര് കൊടുക്കാം. ഫംഗ്ഷൻസിന് പേര് കൊടുക്കാം. ക്ലാസ്സിന് പേര് കൊടുക്കാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോഗ്രാം എലമെന്റുകളുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, മെമ്മറി ലൊക്കേഷൻ ആണ് ഞാൻ ഒരു പേര് കൊടുക്കുന്നതെങ്കിൽ, ഒരു ഐഡന്റിഫയറിന്റെ സഹായത്തിലൂടെ ഞാൻ പേര് കൊടുക്കുന്നത് എങ്കിൽ ആ കൊടുക്കുന്ന പേരിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ വേരിയബിൾ നെയിം എന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കാൻ ശ്രമിക്കുക. പ്രോഗ്രാം എലമെന്റ് ആയ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായ മെമ്മറി ലൊക്കേഷൻ. എന്തിനായിരിക്കും മെമ്മറി ലൊക്കേഷൻ? ഒരു മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോറേജ് കോൺസെപ്റ്റ് ആണ് അല്ലെ? അപ്പം മെമ്മറിയിലെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ നേരത്തെ റിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനൊരു പേരൊക്കെ കൊടുത്ത് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു പേര് വേണം. നമ്മളെയൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മുടെ പേര് വെച്ചിട്ടാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ഓരോ കുട്ടികളെയും ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് ഓരോ പേരുകളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആ മെമ്മറി ലൊക്കേഷന് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഐഡന്റിഫയറിനെ, ഈ ഒരു പേരിനെയാണ് നമ്മൾ വേരിയബിൾ നെയിം എന്ന് വിളിക്കുക. വേരിയബിൾ നെയിം എന്നുള്ള ആ ഒരു ഐഡന്റിഫയർ നെയിം അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ആവശ്യം വരുന്നതാണ്. പ്രോഗ്രാം എവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നു അവിടെയൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ് വേരിയബിൾസ്.
ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ വേരിയബിൾ നെയിം എന്ന് പറയാം. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ അതിനെ ലേബൽസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ ലേബലിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സിന് പേര് കൊടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ സിലബസിൽ അങ്ങനെ കാര്യമായിട്ട് ആവശ്യം വരുന്നില്ല. പിന്നെയാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എലമെന്റിന് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഫംഗ്ഷൻ നെയിം എന്ന് പറയും. പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫംഗ്ഷന് പേര് കൊടുത്താൽ അതിനെ ഫംഗ്ഷൻ നെയിം എന്നൊക്കെ പറയും. അപ്പം അത്തരത്തിലുള്ള പല പ്രോഗ്രാം എലമെന്റുകൾക്കും നമുക്ക് പേര് കൊടുക്കാൻ സാധിക്കും. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, വേരിയബിൾ നെയിം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ വേരിയബിൾ നെയിം എന്ന് പറയാം. അല്ലെങ്കിൽ ഇത്തരത്തിൽ റിസർവ് ചെയ്ത മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്നുള്ള ആ കൊടുക്കുന്ന പേരുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയാം. അതൊക്കെ പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇത്തരത്തിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ടോക്കണുകളെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയാം. പ്രോഗ്രാം എലമെന്റുകൾക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന പേരുകളെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം എന്നൊക്കെ പറയുമ്പോഴും പൂർണ്ണമായും നമ്മുടെ ഇഷ്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ അവരവിടെ വെക്കും. നമുക്ക് നമ്മുടേതായ ചില ആഗ്രഹങ്ങളൊക്കെ അവിടെ പ്രകടിപ്പിക്കാം. പക്ഷെ അവർ പറയുന്ന ചില കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പേരുകളൊക്കെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും 5 റൂളുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 റൂളുകളാണ്. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വേരിയബിൾ പോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ എവിടെയൊക്കെ പ്രോഗ്രാം ചെയ്യുന്നു അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ വേരിയബിൾസ് ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൂൾസ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഐഡന്റിഫയേഴ്സ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 5 റൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഒന്നുമല്ല. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് ആർ ദ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഓക്കെ, these are the arbitrary long sequence of letters, digits and underscore. അങ്ങനെയൊന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഐഡന്റിഫയേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്നത് ലെറ്റേഴ്സ് നമുക്ക് ഉൾപ്പെടുത്താം, ഡിജിറ്റ്സ് നമുക്ക് ഉൾപ്പെടുത്താം, അണ്ടർസ്കോർ ഉൾപ്പെടുത്താം. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്യാരക്ടർ സെറ്റിൽ പഠിച്ചാണ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫബറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അത് ക്യാപിറ്റൽ ആവാം, സ്മോൾ ലെറ്റർ ആവാം. അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഇത്തരത്തിലുള്ള ഐഡന്റിഫയേഴ്സ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഡിജിറ്റ്സിനെ എനിക്ക് ഉപയോഗിക്കാം. അതായത് 0 to 9 ഡിജിറ്റ്സിനെ വേണമെങ്കിൽ അത്തരത്തിലൊരു പേരൊക്കെ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഉപയോഗിക്കാം. പിന്നെ സിംബൽസിൽ നിന്നും ഒരെണ്ണം മാത്രം, അതേതാണ്? അണ്ടർസ്കോർ എന്ന് പറയുന്ന സിംബൽ. ഹൈഫൺ അല്ല, അണ്ടർസ്കോർ. അതായത് ലെറ്ററിന്റെ ഒക്കെ അടിഭാഗത്ത് നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു ഹൈഫൺ പോലെയുള്ള സംഭവം. ഹൈഫൺ അല്ല, അതുപോലെയുള്ള ഒരു സംഭവം തന്നെ, അണ്ടർസ്കോർ. അപ്പൊ ഈ 3 സംഗതികൾ മാത്രമേ നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഒരു ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആർബിട്രറി ലോങ് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ശ്രേണിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ്, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് ഈ 3 കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അതായത് മറ്റ് സിംബലുകൾ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഇതാണ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, അതിന്റെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും മാത്രമേ പാടുള്ളൂ. മറ്റൊരു സിംബലുകളും അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ക്യാരക്ടർ സെറ്റിൽ മറ്റു വാലിഡ് ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഐഡന്റിഫയറിന്റെ ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതൊരു ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. അല്ല എങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, രണ്ടാമത്തെ റൂളിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. അതായത് ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് നോട്ട് ബി ഡിജിറ്റ്. ആദ്യത്തെ ക്യാരക്ടർ എന്താവാൻ പാടില്ല? ഒരു ഡിജിറ്റ് ആവാൻ പാടില്ല. ലെറ്ററോ അണ്ടർസ്കോറോ ആവാം. 3 കാര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലെറ്ററും ഡിജിറ്റും അണ്ടർസ്കോറും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൽ ഡിജിറ്റ് എന്നുള്ള കാര്യം ആദ്യത്തെ ക്യാരക്ടർ ആവാൻ പാടില്ല. ഓക്കെ, സപ്പോസ് ഞാൻ എന്റെ പേര് എഴുതുമ്പോൾ റോഷൻ എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ R ആണ്, അതൊരു ലെറ്റർ ആണ്, കുഴപ്പമില്ല. അതേപോലെ ഞാനൊരു പേര് എന്തിനെങ്കിലും കൊടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ എന്താവാൻ പാടില്ല? ഒരു ഡിജിറ്റ് ആവാൻ പാടില്ല. 0 മുതൽ 9 വരെയുള്ള ഒരു ഡിജിറ്റും ആവാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് കീവേഡ്സ് ആർ നോട്ട് അലൗഡ് ആസ് ഐഡന്റിഫയേഴ്സ്.
ഐഡന്റിഫയേഴ്സ് ആയിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റില്ല? കീവേഡ്സിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചാണ്, കീവേഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് അതിനൊരു പ്രത്യേക അർത്ഥമൊക്കെ ഉണ്ട്, അതിന് പ്രത്യേക ഒരു ഡ്യൂട്ടി ഒക്കെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഇഫ്, ഫോർ, ഇന്റ്, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് പല എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു പേര്, ആ ഒരു കീവേഡ് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ പേരിൽ നമുക്ക് വേറൊരു ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് കമ്പൈലറിന് കൺഫ്യൂഷൻ ആവും. കാരണം കമ്പൈലറിനെ സംബന്ധിച്ചിടത്തോളം ആ പേര് ഒരു കീവേഡിന്റെ പേരാണ്, അത് ആ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ പേര് എന്തിനു കൊടുക്കാൻ പാടില്ല? നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഐഡന്റിഫയേഴ്സിന് കൊടുക്കാൻ പാടില്ല. ശ്രദ്ധിച്ചാൽ മതി. ഇനി നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് വൈറ്റ് സ്പേസസ് ആൻഡ് അതർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസസ് ഉപയോഗിക്കാൻ പാടില്ല. അണ്ടർസ്കോർ അല്ലാത്ത മറ്റ് സ്പെഷ്യൽ ക്യാരക്ടറുകളും എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല? ഈ പറഞ്ഞ ഐഡന്റിഫൈ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മളൊരു പേര് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് സാമ്പിൾ നെയിം എന്നാണ് പേര് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ സാമ്പിൾ ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ നെയിം എന്ന് എഴുതുന്നത് എങ്കിൽ അത് അലൗഡ് അല്ല. കാരണം ഒരു സ്പേസ് ഞാൻ ഇട്ടു. അപ്പൊ ഒന്നുകിൽ സ്പേസ് ഇല്ലാതെ സാമ്പിൾ നെയിം എഴുതുക, അല്ലെങ്കിൽ സാമ്പിൾ അണ്ടർസ്കോർ നെയിം എഴുതുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ വൈറ്റ് സ്പേസസ് നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല. അതൊരു ഐഡന്റിഫൈ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിന്യൂസ് ആയിരിക്കണം, ഇടയ്ക്ക് ഒരു സ്പേസ് പാടില്ല എന്നർത്ഥം. പിന്നെ അണ്ടർസ്കോർ അല്ലാതെ മറ്റ് സിമ്പലുകൾ, ക്വസ്റ്റ്യൻ മാർക്ക്, @ സിമ്പിൾ, ഹാഷ് സിമ്പിൾ, സ്റ്റാർ സിമ്പിൾ, മറ്റേ ഇൻവേർട്ടഡ് കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമ, ബ്രാക്കറ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്തിനു പറ്റില്ല? ഈ പറഞ്ഞ ഐഡന്റിഫയേഴ്സിന് വേണ്ടി പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അഞ്ചാമത്തെ റൂളാണ് C++ ഈസ് എ ഹൈലി കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. അതായത് ഞാൻ ക്യാപിറ്റൽ എ എന്ന് എഴുതുന്നതും സ്മോൾ ലെറ്റർ എ എന്ന് എഴുതുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, ഞാനിപ്പോ എന്റെ പേര് ഒരു ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ റോഷൻ എന്ന് എഴുതി. വേറെ ഒരു വേരിയബിളിന് ഞാൻ സ്മോൾ ലെറ്ററിൽ റോഷൻ എന്ന് പേര് കൊടുത്താൽ അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കമ്പൈലർ പരിഗണിക്കുക എന്നർത്ഥം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതിയാലും അത് ഒന്ന് തന്നെയാണ്, അല്ലെ? റോഷൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും റോഷൻ എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ കമ്പൈലറിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു കാര്യം എഴുതിയാലും അതേ സംഭവം തന്നെ സ്മോൾ ലെറ്ററിൽ എഴുതിയാലും രണ്ടും രണ്ടാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ആസ്കി വാല്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു ക്യാപിറ്റൽ ലെറ്റേഴ്സിനൊക്കെ ഒരു പ്രത്യേക ആസ്കി വാല്യൂ ആണ്, സ്മോൾ ലെറ്റേഴ്സിനൊക്കെ വേറൊരു ആസ്കി വാല്യൂ ആണ്. ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ അല്ല സ്മോൾ ലെറ്റർ എക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ വാല്യൂ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ആസ്കി കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെയും സ്മോൾ ലെറ്റേഴ്സിനെയും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് അവിടെ പരിഗണിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു വേരിയബിളിന് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു പേര് കൊടുത്തു എന്നുള്ളത് കൊണ്ട് വേറൊരു വേരിയബിളിന് അതേ പേര് തന്നെ എനിക്ക് സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരേ അപ്പർ കേസിൽ തന്നെ ഒരേ പേര് തന്നെ രണ്ടെണ്ണത്തിന് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ ഒരേ പേര് രണ്ടെണ്ണത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ R എന്ന് എഴുതി, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിൽ റോഷൻ എന്ന് എഴുതി എന്ന് വിചാരിക്കുക. പിന്നെ അടുത്തതിന് ഞാൻ എല്ലാ സ്മോൾ ലെറ്ററിൽ കൊടുത്തു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരെണ്ണത്തിൽ R മാത്രം ക്യാപിറ്റൽ, മറ്റേതിൽ R സ്മോൾ ലെറ്റർ, ബാക്കിയെല്ലാം ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിലും അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ക്യാരക്ടറെങ്കിലും മാറിയില്ലേ, അതുകൊണ്ട് അത് ഡിഫറെന്റ് വേരിയബിൾസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ലാസ്റ്റത്തെ റൂൾ പറയുന്നത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. അതായത് C++ എന്ന് പറയുന്നത് ഒരു ഹൈലി കേസ് സെൻസിറ്റീവ്, കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പർ കേസ് ലോവർ കേസ് കാര്യങ്ങളെയാണ്, മറ്റ് കേസുകളല്ല. അപ്പൊ C++ ഈസ് എ ഹൈലി കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പൊ ഈ 5 റൂളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട റൂളുകളാണ്. എപ്പോഴും പല രീതിയിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. എക്സാമിനേഷനൊക്കെ ചിലപ്പോൾ റൂളായിട്ട് തന്നെ ചോദിക്കും, അല്ലെങ്കിൽ ഈ റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് എക്സാമിന് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നതിന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലെ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 5 റൂൾ ഒന്നുകൂടെ പറയാം. ഇറ്റ്സ് ആൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് കീവേഡ്സ് cannot be used as identifiers. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് വൈറ്റ് സ്പേസസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. അഞ്ചാമത്തെ റൂൾ എന്ന് പറയുന്നത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. ദാറ്റ് ഈസ്
C++ ഈസ് ഹൈലി കേസ് സെൻസിറ്റീവ്. ഈ 5 റൂളുകൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് പഠിക്കണം. എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്കും ബൈ ഹാർട്ടായിട്ട് തന്നെ നിങ്ങളത് പഠിക്കണം എന്നർത്ഥം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില വാലിഡ് ഐഡന്റിഫയേഴ്സും ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കുക, ചില വാലിഡ് ഐഡന്റിഫയേഴ്സ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം സം എന്ന് കൊടുത്തു, SUM. അതിൻ്റെ അത് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ഐഡന്റിഫയർ ആണ്. രണ്ടാമത് ഞാൻ കൊടുക്കുന്നു AVG_height. ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്ന ലെറ്റർ ആണ്, ഡിജിറ്റൽ, അതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹൈറ്റ്, AVGക്ക് ശേഷം ഹൈറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ അണ്ടർസ്കോർ ആണ് ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത്, സ്പേസ് ഒന്നുമില്ല, അതുകൊണ്ട് അതൊരു വാലിഡ് ഐഡന്റിഫയർ ആണ്. മൂന്നാമത്തെ ശ്രദ്ധിക്കുക, num1 2 3. ഞാൻ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഡിജിറ്റ്സ് എന്ത് ചെയ്തിട്ടില്ല, ആദ്യത്തെ ലെറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ ലെറ്റർ മുതൽ ഏത് വേണമെങ്കിലും എനിക്ക് ഈ പറഞ്ഞ ഡിജിറ്റ്സ് ഒക്കെ ഉപയോഗിക്കും, കുഴപ്പമില്ല. ആദ്യത്തേതാവാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പൊ num1 2 3 എന്ന് എഴുതിയാൽ അതൊരു വാലിഡ് ഐഡന്റിഫയർ ആണ്. അതിനുശേഷം _sample എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിജിറ്റ് ആവാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, അണ്ടർസ്കോർ ആവുന്നതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ _sample എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ അതും ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ്. ഓക്കെ, ഇനി ചില ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ 1 2 3 num എന്ന് എഴുതിയാൽ എന്താണ്, ആദ്യത്തെ ക്യാരക്ടർ എന്താവാൻ പാടില്ല, ഡിജിറ്റ് ആവാൻ പാടില്ല. ഇവിടെ ആദ്യത്തെ ക്യാരക്ടർ ഏതാണ്, 1 എന്നുള്ള ഡിജിറ്റ് ആണ്, അതുകൊണ്ട് അതെന്താണ്, ഒരു ഇൻവാലിഡ് ഐഡന്റിഫയർ ആണ്. അതിന്റെ ഒരു ഐഡന്റിഫയർ ആയിട്ട് പരിഗണിക്കാൻ നമുക്ക് പറ്റില്ല. അടുത്ത ഒരെണ്ണം ശ്രദ്ധിക്കുക, AVG_height, ആവറേജ് ഹൈറ്റ് എന്നുള്ളതിന്റെ AVG_height. അവിടെ ശ്രദ്ധിക്കുക, AVGക്ക് ശേഷം ഞാൻ വൈറ്റ് സ്പേസ് ആണ് ഇട്ടിരിക്കുന്നത്, അണ്ടർസ്കോറോ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല, സ്പേസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം റൂളിൽ പറഞ്ഞിരിക്കുന്നു വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ്. അതുകൊണ്ട് AVG_height എന്ന് എഴുതിയാൽ അതെന്തല്ല, ഒരു വാലിഡ് ഐഡന്റിഫയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ഒരെണ്ണം ശ്രദ്ധിക്കുക, ഫ്ലോട്ട് എന്ന് ഞാൻ ഒരു പേര് ഡിക്ലെയർ ചെയ്യുന്നു. ഫ്ലോട്ട് എന്താണെന്ന്, ആദ്യത്തെ ക്യാരക്ടർ ലെറ്റർ ആണ്, സ്പേസോ മറ്റ് സിംബലുകളോ ഒന്നും തന്നെ ഇല്ല, പക്ഷെ അതൊരു ഇൻവാലിഡ് ഐഡന്റിഫയർ ആണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും, ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. ഒരു ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ആണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫ്ലോട്ട് എന്നുള്ളത് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ കീവേഡ്സിന്റെ കാര്യത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആ 48 കീവേഡുകളെ കുറിച്ച് ഒരു ടേബിൾ ഒക്കെ ഉണ്ട്, അത് നോക്കാൻ പറഞ്ഞിരുന്നു, അത് നോക്കി മനസ്സിലാക്കി വെക്കുക, പ്രധാനപ്പെട്ട കീവേഡുകൾ. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക, #. അതിലെന്താ, സാമ്പിൾ വരെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത് ഒരു അലൗഡ് അല്ലാത്ത സിമ്പലാണ്. അണ്ടർസ്കോർ അല്ലാത്ത മറ്റ് സിമ്പലുകൾ അലൗഡ് അല്ല എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള സിമ്പൽ വന്നതുകൊണ്ട് ആ സാമ്പിൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത് എന്തല്ല, ഒരു വാലിഡ് ഐഡന്റിഫയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഐഡന്റിഫയറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എന്താണ് ഐഡന്റിഫയർ എന്നുള്ള ഡെഫിനിഷൻ ഓർക്കുക, 5 റൂളുകൾ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് പഠിക്കുക. ഈ വാലിഡ് ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ചില ഇങ്ങനെ ഐഡന്റിഫയേഴ്സ് തന്നിട്ട് അത് വാലിഡ് കാറ്റഗറി ആയിട്ടും ഇൻവാലിഡ് കാറ്റഗറി ആയിട്ടും മാറ്റുക എന്നുള്ളത്. ഇൻവാലിഡ് ആണെങ്കിൽ എന്തുകൊണ്ട് അത് ഇൻവാലിഡ് ആയി, അപ്പൊ നമുക്ക് റൂൾ പറയണമെങ്കിൽ എക്സാമിന് അത് എഴുതണമെങ്കിൽ ഇന്ന റൂൾ പ്രകാരം ഇത് ഇൻവാലിഡ് ആണ് എന്ന് നമുക്ക് അറിയണം. അതുകൊണ്ടാണ് റൂൾ നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഐഡന്റിഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു വർക്കുകളൊക്കെ പിന്നീട് ഞാൻ തരാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടോക്കൺ ലിറ്ററൽസ് എന്ന് പറയുന്നത് they are the data items that never change their values during program execution. They are the data items that never change their values during program execution. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂസിന് മാറ്റം വരാതെ നിൽക്കുന്ന ഡാറ്റ ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലിറ്ററൽസ് എന്ന് പറയുക. സാധാ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഐഡന്റിഫയേഴ്സിൽ ഉപയോഗിക്കുന്ന സാധാ വേരിയബിളിനൊക്കെ വേണമെങ്കിൽ വാല്യൂസിന് മാറ്റങ്ങൾ സംഭവിക്കാം. വേരിയബിൾസ് ആണ്, അതിലെപ്പോൾ വേണമെങ്കിലും നമുക്ക് ആദ്യം ഒരു വാല്യൂ വെച്ചു പിന്നീട് ആ വാല്യൂവിനെ വേണമെങ്കിൽ മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അത്തരത്തിൽ ഒരു വാല്യൂവിനെ മാറ്റാൻ സാധിക്കാത്ത, പ്രോഗ്രാമിലുടനീളം പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന, ആദ്യം ഒരു വാല്യൂ കൊടുത്തു, ആ വാല്യൂവിനുടനീളം ഒരു മാറ്റവും സംഭവിക്കില്ല. ഞാൻ 10 എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിലുടനീളം ആ ഡാറ്റ ഐറ്റത്തിന്റെ വാല്യൂ 10 തന്നെയായിരിക്കും, ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന അത്തരം ഡാറ്റ ഐറ്റത്തിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുക. അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേരുണ്ട്, കോൺസ്റ്റൻസ് എന്ന് പറയും. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ലിറ്ററൽസ് എന്നുള്ള പേരിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു പേരാണ് കോൺസ്റ്റന്റ്. ദേ ആർ ദ കോൺസ്റ്റന്റ് വാല്യൂസ് ദാറ്റ് നെവർ ചേഞ്ച്. ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ആ പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് അതിന്റെ മുകളിൽ നടന്നാലും ആ വാല്യൂവിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്താ പറയുക, ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എന്ന് പറയുക.
ഒരു C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം 4 പ്രധാനപ്പെട്ട ലിറ്ററലുകൾ, കോൺസ്റ്റന്റുകളാണുള്ളത്. അതെന്ന് പറയുന്നത് ഇന്റിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ് ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽസ്. ഈ 4 തരത്തിലുള്ള ലിറ്ററലുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഇന്റിജർ, ഫ്ലോട്ടിംഗ്, ക്യാരക്ടർ, സ്ട്രിംഗ് എന്നൊക്കെ പറയുന്നത് 4 പ്രധാനപ്പെട്ട ഡാറ്റ ടൈപ്പുകളാണ്. ഡാറ്റ ടൈപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. ഡാറ്റ ടൈപ്പുകൾ 4 തരത്തിലുള്ള ഡാറ്റാസ് ആണ്. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡെസിമൽ പാർട്ടൊന്നുമില്ലാത്ത, ഫ്രാക്ഷൻ അല്ലാത്ത വാല്യൂസിനെയാണ് നമ്മൾ ഇന്റിജർ വാല്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10, 15, 25, 100, 150 എന്നൊക്കെ പറയുന്നതിൽ ഫ്രാക്ഷണൽ പാർട്ടില്ല. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇന്റിജർ നമ്പേഴ്സ് എന്ന് പറയാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ട് ഉള്ളതിനെയാണ്. ഇപ്പൊ 10.50 അല്ലെങ്കിൽ 25.78, 44.34 അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്. അത്ര നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഭിന്നസംഖ്യകൾ എന്ന് പറയുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുന്നത്. അപ്പൊ നമ്പേഴ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഇന്റിജർ നമ്പേഴ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഉണ്ട്. അത്തരത്തിൽ ഇന്റിജർ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡാറ്റ ടൈപ്പാണ് ഇന്റിജർ എന്നുള്ള ഡാറ്റ ടൈപ്പ്. ഈ ഇത്തരത്തിലുള്ള ഭിന്നസംഖ്യകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഡാറ്റ ടൈപ്പാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്. അതായത് ഒരു സിംഗിൾ ക്യാരക്ടറിനെ ആൽഫബറ്റ്സിലെയോ ഡിജിറ്റ്സിലെയോ അല്ലെങ്കിൽ മറ്റു സിംബലുകളൊക്കെ ഒരു സിംഗിൾ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ ക്യാരക്ടറുകളുടെ കോമ്പിനേഷൻ അതിനകത്ത് പറ്റില്ല. എനിക്ക് എ എന്ന് മാത്രം പറയാം. എയുടെ കൂടെ മറ്റൊരു ക്യാരക്ടറും കൂടെ ചേർത്ത് അതിനെ പറയാൻ പറ്റില്ല. സിംഗിൾ ക്യാരക്ടറിനെ മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുക? ക്യാരക്ടർ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റുക. നാലാമത്തെ ടൈപ്പാണ് സ്ട്രിംഗ് എന്നുള്ള ഡാറ്റ ടൈപ്പ്. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ്, ഇപ്പൊ എന്റെ പേര്, നിങ്ങളുടെയൊക്കെ പേര്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലപ്പേര്, വീട്ടുപേര്, സ്കൂളിന്റെ പേര്, അതിലൊക്കെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ്, അതിലൊക്കെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ള വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിംഗ് എന്നുള്ള ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ക്യാരക്ടർ എന്നുള്ള ഒറ്റ ക്യാരക്ടർ ഉള്ളൂ, ഒറ്റ ലെറ്റർ അല്ലെങ്കിൽ ഒറ്റ ഡിജിറ്റ്, ഒറ്റ സിമ്പിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. ഇതിൽ ക്യാരക്ടർ കോൺസ്റ്റന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതൊരു സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇടും. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സിംഗിൾ ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇടും. ഇനി സ്ട്രിംഗ് ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആണ്, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? അതിനെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടർ കോൺസ്റ്റന്റും, ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഒരു വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് കോൺസ്റ്റന്റും ആയിരിക്കും. വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഒരു വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇന്റിജറിനും ഫ്ലോട്ടിനും ഒന്നും ഇങ്ങനെ ഇൻവെർട്ടഡ് കോമ ഇല്ല കേട്ടോ. അവിടെ വാല്യൂ ഫ്രാക്ഷൻ പാർട്ട് ഉണ്ടെങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടും, ഫ്രാക്ഷൻ പാർട്ട് ഇല്ല എങ്കിൽ അത് ഇന്റിജർ കോൺസ്റ്റന്റ് ആയിട്ടും പരിഗണിക്കാം. ഇതാണ് 4 പ്രധാനപ്പെട്ട കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഇന്റിജർ കോൺസ്റ്റന്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്, ക്യാരക്ടർ കോൺസ്റ്റന്റ്സ്, സ്ട്രിംഗ് കോൺസ്റ്റന്റ്സ്. ഇന്റിജറിന്റെ എക്സാമ്പിൾ ഞാൻ അവിടെ എഴുതുന്നുണ്ട്. ഇപ്പം 10, 15, 25 എന്നൊക്കെ പറയുന്നത് ഇന്റിജറിന്റെ എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിലൊക്കെ എഴുതാം. നമ്മള് മാൻഡിസ എക്സ്പോണന്റ് മെത്തേഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ രീതിയിൽ ഈ എക്സ്പോണൻഷ്യൽ ഫോമിനെ ഇ എന്നുള്ള ടേം ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും, കോൺസ്റ്റന്റ് ഒക്കെ ആയിട്ട്. അങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം എന്നർത്ഥം. ക്യാരക്ടർ കോൺസ്റ്റന്റിന്റെ ഇപ്പം സ്മോൾ ലെറ്റർ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി, ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ 9 എന്ന് പറഞ്ഞ ഡിജിറ്റിനെ ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു നമ്പർ അല്ല. സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഒരു ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമ്പർ അല്ല, അത് പിന്നെ എന്താണ്? ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ശ്രദ്ധിക്കുക. പിന്നെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ എന്ത് കൊടുത്താൽ ഒരു പേരായിക്കോട്ടെ, ഒരു സ്ഥലപ്പേരായിക്കോട്ടെ, ഇനി ഞാൻ 125 എന്നുള്ള നമ്പർ ഞാൻ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു നമ്പർ അല്ല, അതെന്താണ്? ഒരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് അത് ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്ക് ഉള്ളിലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇൻവെർട്ടഡ് കോമ ഉണ്ടെങ്കിൽ അത് ക്യാരക്ടർ കോൺസ്റ്റന്റോ സ്ട്രിംഗ് കോൺസ്റ്റന്റോ ആയിരിക്കും. സിംഗിൾ ഇൻവെർട്ടഡ് കോമയാണെങ്കിൽ അത് ക്യാരക്ടർ കോൺസ്റ്റന്റും, ഡബിൾ ഇൻവെർട്ടഡ് കോമയാണെങ്കിൽ അത് സ്ട്രിംഗ് കോൺസ്റ്റന്റുമാണ്. പിന്നെ അതിനെ നമ്പർ ആയിട്ട് പരിഗണിക്കാനേ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ലിറ്ററൽസ് എന്ന് പറയുന്നത് they are the constants, they are the data items that never change their values during program execution. പ്രോഗ്രാമിലുടനീളം ഒരൊറ്റ പെർമനന്റ് വാല്യൂ ആയിട്ട് മാത്രം നിലനിൽക്കുന്ന അത്തരം വാല്യൂസിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയാം. വേറെ രീതിയിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ പൈ എന്നുള്ള ഒരു വാല്യൂ ഉപയോഗിക്കുന്നു വിചാരിക്കും. ഇപ്പൊ ഞാനിപ്പോ PIE എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 3.14 എന്നുള്ള ഒരു വാല്യൂ ഞാൻ കൊടുത്തു. പൈയുടെ വാല്യൂ നമ്മൾ സാധാരണ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ആ വാല്യൂ, പൈയുടെ വാല്യൂ എപ്പോഴെങ്കിലും എനിക്ക് മാറ്റാൻ പറ്റുമോ? പൈയുടെ വാല്യൂ എപ്പോഴും സ്ഥിരം തന്നെയാണ് അല്ലേ? 22/7 എന്നുള്ളൊരു വാല്യൂ ആണ് അതിന്റെ ഫിക്സഡ് വാല്യൂ എന്ന് പറയുന്നത്. അതിന് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ പ്രോഗ്രാമിലുടനീളം ആ പൈയുടെ വാല്യൂ 3.14 ആയിട്ട് തന്നെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താം. അല്ലെങ്കിൽ
അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ട എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ട് എങ്കിൽ അതിനെയൊക്കെ എനിക്ക് ലിറ്ററൽസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും. അത് എങ്ങനെ ലിറ്ററൽസ് ആക്കാം, കോൺസ്റ്റന്റ് ആക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ അത്തരത്തിൽ കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ ഈ കോൺസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാരക്ടർ കോൺസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ ചില നോൺ ഗ്രാഫിക്കൽ ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്കൊരു പ്രത്യേക കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓഡിബിൾ ബെൽ, അല്ലെങ്കിൽ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടാബ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിന് നോൺ ഗ്രാഫിക്കൽ സിമ്പിൾസ് ആണ്. ഇപ്പം ഒരു ബീപ്പ് സൗണ്ട് വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കീ ഒന്നും നമുക്കില്ല. പ്രോഗ്രാമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒരു കീ ഇല്ല. കീബോർഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നല്ല, പ്രോഗ്രാമിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു നമ്മൾ പ്രോഗ്രാമിൽ കോഡുകൾ ടൈപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോമിൽ അത് അടുത്ത ലൈനിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എക്സിക്യൂഷനിൽ ഔട്ട്പുട്ടിൽ അത് ന്യൂ ലൈൻ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അതൊരു പുതിയ ലൈൻ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ക്യാരക്ടർ കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നോൺ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുക. അതിന്റെ ഒരു ടേബിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി. ഇതിൽ പ്രധാനപ്പെട്ട /t, /n അതുപോലെയുള്ള എസ്കേപ്പ് സീക്വൻസുകളൊക്കെ നമുക്ക് പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ ആവശ്യം വരുന്നതാണ്. അതായത് ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈനിലേക്കൊക്കെ ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. പകരം ഈ /n എന്ന് പറഞ്ഞ എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ന്യൂ ലൈൻ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ന്യൂ ലൈൻ ആയിട്ട് അത് വരത്തുള്ളൂ. ഒരു ഔട്ട്പുട്ടിന് ശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് അടുത്ത ഔട്ട്പുട്ട് വരേണ്ടതെങ്കിൽ ടാബ് സ്പേസ് ആണ് /t കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ /t കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ കിട്ടില്ല. നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതി തുടങ്ങുന്ന സമയത്ത് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കി നോക്കുക, എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത് നോൺ ഗ്രാഫിക്കൽ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ ആയിട്ടല്ല, ഒരു ക്യാരക്ടറിന്റെ ഫ്രണ്ടിൽ ഒരു സ്ലാഷ് എന്നുള്ള ഒരു സിംബലും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം /t, /n, /b അങ്ങനെയൊക്കെയാണ് എഴുതുക. അപ്പൊ അവിടെ രണ്ട് ക്യാരക്ടർ ഉണ്ട് എന്ന് ആ രീതിയിൽ നമ്മൾ അതിനെ വിചാരിച്ചത് ഒരു സ്ട്രിംഗ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു സ്ലാഷ് അങ്ങനെ കണ്ടതിന് ശേഷം ഒരു ക്യാരക്ടർ വരികയാണ് എങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാക്കുക അതൊരു എസ്കേപ്പ് സീക്വൻസ് ആണ്, അതൊരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു കാര്യം ക്യാരക്ടർ കോൺസ്റ്റന്റിൽ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്യാരക്ടർ കോൺസ്റ്റന്റ് കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലിറ്ററൽസ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകതരം സിമ്പിളുകളെയാണ് നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായിട്ടൊരു സിന്റാക്ടിക്സോ സിമാറ്റിക്സോ ഒക്കെ ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട് എന്ന് പറയാം. അത്രയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളുകളെയാണ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളുകളെയാണ് നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമ്പിൾ, സെമികോളൻ എന്നുള്ള ഒരു സിമ്പിൾ, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ സാധാരണ ലാംഗ്വേജിൽ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ ആ സെന്റൻസ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം നമ്മൾ ഒരു സെമികോളൻ ഇട്ടിരിക്കും. നിർബന്ധമാണ്, അത് അതിന്റെ റൂളാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഒരു സെമികോളൻ ഇല്ല എങ്കിൽ അതൊരു എററായിട്ട് അവിടെ കാണിക്കും. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല സിമ്പിളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സെമികോളൻ എന്ന് പറയുന്നതിന്റെ ഒരു ആവശ്യം ഞാൻ പറഞ്ഞു. അതേപോലെ ചില ഫംഗ്ഷനുകളൊക്കെ ആർഗ്യുമെന്റ്സിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റുകൾ ആവശ്യമായിട്ട് വരും. ഒരു പ്രോഗ്രാമിന്റെ മെയിൻ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കേളി ബ്രാക്കറ്റുകൾ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള പല രീതിയിലുള്ള പല സിമ്പിളുകളും നമുക്ക് പല സ്ഥലങ്ങളിൽ ആവശ്യമായിട്ട് വരാറുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക്, ഹാഷ് സിമ്പിള്, അങ്ങനെ ഡോട്ട് എന്ന് പറയുന്ന സിമ്പിള്, അതൊക്കെ പല രീതിയിൽ നമുക്ക് ആവശ്യം വരാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രോഗ്രാമിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി ലാസ്റ്റ് ടോക്കൺ ആണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ പല രീതിയിലുള്ള ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അഡീഷൻ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു തുടങ്ങിയ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് അറിയാം. അപ്പം
നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സിമ്പിളുകളെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. എനിക്ക് അഡിഷൻ എന്നുള്ള ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സിമ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അഡിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുക. ഓക്കെ, ഒരു ഓപ്പറേഷൻ നമ്മളെ സഹായിക്കുന്ന സിമ്പിളാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓപ്പറേഷൻ നടക്കണമെങ്കിൽ അതിന് രണ്ടോ അതിലധികമോ വാല്യൂസ് നമുക്ക് വേണം. അപ്പൊ അഡിഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും A+B. അതിൽ A+B എന്നുള്ളത് ഒരു ഓപ്പറേഷനാണ്, ഒരു അഡിഷൻ ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ച സിമ്പിളാണ് ആ പ്ലസ് എന്നുള്ള സിമ്പിൾ. അതൊരു ഓപ്പറേറ്റർ ആണ് അവിടെ. ആ പ്ലസ് എന്നുള്ള സിമ്പിളിനെയാണ് നമ്മൾ അവിടെ ഓപ്പറേറ്റർ എന്ന് പറയുക. ഇനി ആ ഓപ്പറേഷനിൽ ഓപ്പറേറ്ററിനെ കൂടാതെ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതാണ് എയും ബിയും എന്നുള്ള രണ്ട് വേരിയബിൾസ് ഉണ്ട്. അത്തരത്തിലൊരു ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന വാല്യൂസിനെയോ വേരിയബിൾസിനെയോ ഒക്കെയാണ് ഞാൻ ഓപ്പറാൻഡ്സ് എന്ന് പറയുക. അപ്പം ഓപ്പറാൻഡ്സിന്റെ കൂടെ ഓപ്പറേറ്ററും കൂടെ ചേരുമ്പോഴാണ് അതൊരു ഓപ്പറേഷൻ ആയിട്ട് മാറുക. ശ്രദ്ധിക്കുക, ഓപ്പറാൻഡ്സിന്റെ കൂടെ ഓപ്പറേറ്ററും കൂടെ ചേരുമ്പോഴാണ് അതൊരു ഓപ്പറേഷൻ ആയിട്ട് മാറുക. അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറാൻഡ്സ് ആൻഡ് ഓപ്പറേറ്റർ. നമ്മൾക്കിവിടെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. ഇത്തരം പല പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നാണ് അതിനെ പ്രധാനമായിട്ടും പറയുക. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ, വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെയുള്ള പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പം അത്തരം ഓപ്പറേഷൻസിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇത്തരം സിമ്പിളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി പിന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 5 ടോക്കണുകൾ. കീവേഡ്സ് നമ്മൾ പറഞ്ഞു, ഐഡന്റിഫൈസ് നമ്മൾ പറഞ്ഞു, ലിറ്ററൽസ് പറഞ്ഞു, പങ്ക്ച്വേറ്റേഴ്സ് പറഞ്ഞു, ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്നതാണ്. പല എക്സാമിനും ഇതിന് ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ മൊത്തമായിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഐഡന്റിഫൈൻ്റെ റൂൾസ് മാത്രം ബന്ധപ്പെടുത്തി വേണം ചോദിക്കാം, ചിലപ്പോൾ കോൺസ്റ്റൻസിന്ന് ചോദിക്കാം, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ടോക്കൺസ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ചെറിയ ഭാഗം അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ദാറ്റ് ഈസ് IDE, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. IDE ഇതെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഡെവലപ്മെന്റിലൊക്കെ നമുക്ക് കോഡൊക്കെ എഴുതാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആണ് എങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ വേറൊരു പ്ലാറ്റ്ഫോം ആയിരിക്കാം. അതിന്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി, എക്സിക്യൂഷൻ നടത്താൻ വേണ്ടി വേറെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പം പ്രോഗ്രാം എഴുതാനും അത് എഡിറ്റ് ചെയ്യാനും ചിലപ്പോൾ കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസോ പ്ലാറ്റ്ഫോംസോ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസ് പലയിടത്തും ഉണ്ടാകാറുണ്ട്. അതായത് ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ പ്ലാറ്റ്ഫോം കൊണ്ടോ നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരവസ്ഥ. എക്സാമ്പിൾ, നമ്മളൊരു മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പച്ചക്കറികൾ കിട്ടുന്ന ഒരു കടയിലേക്ക് നമുക്ക് ചെല്ലണം. ഇനി ബേക്കറി ഐറ്റംസ് വേണമെങ്കിൽ അത്തരം സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയിലേക്ക് വേറെ ഒരു കടയിലേക്ക് തന്നെ നമ്മൾ പോകണം, ഇല്ലേ? ഇപ്പം ഫിഷോ ഇറച്ചിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അത്തരം സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിലേക്ക് നമ്മൾ പോകണം, വേണ്ടേ? ഇനി ചെരുപ്പോ അതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും വാങ്ങാനാണെങ്കിൽ അത്തരം സാധനങ്ങൾ കിട്ടുന്ന മറ്റൊരു ഷോപ്പിലേക്ക് പോകണം. അതായത് നമ്മളൊരു മാർക്കറ്റിലേക്ക് ചെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വിവിധ ഷോപ്പുകളിൽ നമ്മൾ കയറേണ്ടതായിട്ട് വരും. ഇതിന് പകരം ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ഒറ്റ ബിൽഡിംഗിൽ തന്നെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് അവിടെ എല്ലാ സാധനങ്ങളും ആ ഒരൊറ്റ കുടക്കീഴിൽ നമുക്ക് അവൈലബിൾ ആണ്. പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോഡ് എഴുതുക, അതിനെ എഡിറ്റ് ചെയ്യുക, അതിന്റെ സെർച്ചിങ് പ്രോസസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, കമ്പൈലേഷൻ പോലെയുള്ള ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അതിന്റെ എക്സിക്യൂഷൻ, ഡീബഗിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒറ്റ ആപ്ലിക്കേഷൻ, ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ അത്തരം ആ ഒരു സൗകര്യമുള്ള അത്തരം ആപ്ലിക്കേഷനെയാണ് നമ്മൾ IDE എന്ന് പറയുക, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഇന്റഗ്രേറ്റഡ് ആണ്, എല്ലാ സംഗതികളും അവിടെ ഇന്റഗ്രേറ്റഡ് ആണ്, ജോയിന്റ് ആണ്, കമ്പൈൻഡ് ആണ്, എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തൊരു എൻവയോൺമെന്റ്, അതിനെയാണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുക. C++ന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പൈലറുകളെല്ലാം തന്നെ പലതരത്തിലുള്ള കമ്പൈലറുകളുണ്ട്. ഇപ്പം ബോർലാൻഡ് C++ ഉണ്ട്, ടർബോ C++ ഉണ്ട്, അതുപോലുള്ള പല കമ്പൈലറുകളുണ്ട്. നമ്മളെ സിലബസിൽ നമ്മൾ ജീനി C++ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററിലാണ് ചെയ്യുക. അതിൽ തന്നെ അത് കമ്പൈൽ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പം ഇത്തരത്തിൽ പ്രോഗ്രാം എഴുതാനും അത് എഡിറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള അത്തരം ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയാം. C++ ഒക്കെ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കമ്പൈലറുകളും എൻവയോൺമെന്റ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള IDE എൻവയോൺമെന്റ് ആണ്. അതൊന്ന് മനസ്സിലാക്കുക, എന്താണ് IDE എന്ന് മനസ്സിലാക്കുക. ചില എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പം എന്താണ് സി പ്രോസസ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ബേൺസ് പ്രോസസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിനുശേഷം ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ടോക്കൺസിനെ കുറിച്ച് പറഞ്ഞു, ടോക്കൺസിലെ പ്രധാനപ്പെട്ട 5 ടോക്കൺസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, അതിനുശേഷം ഏറ്റവും അവസാനം IDE കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷെ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളുമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഇതിന്റെ വീഡിയോയുടെ കൂടെ തന്നെ നോട്ട്സ് തന്നിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ എൻ്റെ ഒരു PDF തരാം. അപ്പോൾ ഏതെങ്കിലും നോട്ടുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതും എഴുതിയെടുക്കുക. രണ്ടും കൂടെ എഴുതി വെക്കേണ്ട, മിസ്സായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം PDF തരുമ്പോൾ അതിൽ നോക്കി എഴുതിയാൽ മതി. അപ്പം ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.